കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുള്ള ത്രില്ലർ പടങ്ങളാണ്. ത്രില്ലേഴ്സിന് എപ്പോഴും ഒരു മാർക്കറ്റ് ഉണ്ട്, ഒരു ഡിമാൻഡ് ഉണ്ട്. എനിക്ക് ഓൾറെഡി ചേച്ചീൻ്റെ അടുത്തൊരു ചേച്ചി അനിയൻ ബന്ധമുണ്ട്. 20 years മുമ്പ് തന്മാത്രയുടെ സമയത്ത് വൺ ഓഫ് ദ ഫസ്റ്റ് കോൾസ് ഐ ഗോട്ട് ആഫ്റ്റർ വിന്നിംഗ് സ്റ്റേറ്റ് അവാർഡ് വാസ് ഭാവന. ത്രില്ലർ സിനിമകളൊക്കെ കാണുന്നുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേയും സ്ട്രക്ചറിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പോയിന്റ് എത്തിയപ്പോൾ ഐ വാസ് വെരി എന്താ പറയുക എക്സൈറ്റഡ്. അത് ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ അടിപൊളിയായിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കിഷ്കിന്താണ്ട് ദൃശ്യമുണ്ട്. ദൃശ്യം ഇസ് ഓൾ ടൈം ഫേവറേറ്റ്. ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കും, ദൃശ്യം ആ താടി പഠിച്ച് കഴിഞ്ഞാൽ വീണ്ടും തന്മാത്രയിലെ പയ്യനാണ്. 20 years later ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ ഇരുന്ന് ആ സിനിമയുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നു. കുറച്ചുകൂടി ആൾക്കാർ എന്നെ അറിഞ്ഞത് ഇപ്പോൾ പറഞ്ഞ ഭീഷ്മറാണ്. 9 വർഷം എടുത്തു എൻ്റെ അറിവിൽ എന്നെ ഒന്ന് തിരിച്ചറിയാം. സിനിമയുടെ രുചി അറിഞ്ഞ പിന്നെ അത് വിടാൻ പറ്റും. സിനിമയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. അത്ര പാഷനറ്റ് ആയിട്ട് നിൽക്കുമ്പം എല്ലാം താനേ സംഭവിക്കും. അപ്പോൾ അന്ന് കുറച്ചുകൂടി വിവരം ഉണ്ടായിരുന്നെങ്കിൽ ലാലേട്ടനോട് കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടല്ലോ എന്ന് ഞാൻ പറയായിരുന്നു. ഷെബിനും അർജുനുമാണ് ക്യൂ സ്റ്റുഡിയോയിൽ. വെൽക്കം. താങ്ക് യു. നിങ്ങൾ രണ്ടുപേരും കാണുമ്പോഴേ കുറേ ആൾക്കാർക്ക് അവരുടെ ചൈൽഡ്ഹുഡായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എസ്പെഷ്യലി അർജുൻ തന്മാത്ര, ഇവിടെ നോക്കുകയാണെങ്കിൽ ഭീഷ്മപർവം. രണ്ടുപേരും ഒരാൾ മോഹൻലാലിൻ്റെ കൂടെയാണെങ്കിൽ ഒരാൾ മമ്മൂക്കയുടെ കൂടെയാണ്. സോ കുറേ ആൾക്കാരുടെ ചൈൽഡ്ഹുഡ് കണക്ട് ചെയ്യുന്നുണ്ട്. ആ കണക്ട് ചെയ്ത് വെച്ച് തിരിച്ച് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അനോമിയിലെത്തുകയാണ്. പോസ്റ്റ് കോവിഡിന് ശേഷം നമ്മൾ എസ്പെഷ്യലി മലയാളീസ് നമ്മൾ ഒരുപാട് ജോണേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൺസിസ്റ്റൻ്റ്ലി നമ്മൾ തിരഞ്ഞു പിടിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജോണറാണ് ഈ ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സീരീസൊക്കെ. ഒരു ഇൻവെസ്റ്റിഗേഷൻ സീരീസ് അത്രയും സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് മേക്കിംഗ് ഇൻക്ലൂഡിങ് ദ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ പ്രോപ്പർ അളവിൽ ഒരു സിനിമയിൽ വന്നു കഴിഞ്ഞാലാണ് അത് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരിക. സോ അനോമി എന്നുള്ളൊരു സിനിമയിൽ നിങ്ങളുടെ ഇതെല്ലാം ഫാക്ടേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ വാട്ട് ഈസ് യർ കോൺഫിഡൻസ് ഇൻ അനോമി? ക്വാളിറ്റിയാണ്. നല്ല 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 ക്വാളിറ്റി ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി വർക്ക് ചെയ്തപ്പോൾ തോന്നി. ഇതിലെ ടെക്നീഷ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മ്യൂസിക് ഡയറക്ടർ ഹർഷവർദ്ധൻ, നമ്മുടെ ക്യാമറമാൻ സ്വീറ്റേട്ടൻ, പിന്നെ സൗണ്ട് ഡിസൈൻ ചെയ്ത ഫസലക്ക, എഡിറ്റർ കിരൺ ദാസ്, നല്ലൊരു പാക്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ടെക്നിക്കൽ ക്രൂ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇതിൻ്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര വർക്കായി, നന്നായിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഔട്ടൊക്കെ കണ്ടിട്ട് ഭയങ്കര ടീസർ വർക്കായിട്ടുണ്ട്. പോസ്റ്റർ മുതൽ നമുക്ക് വർക്കാണ് കേട്ടോ. അതെ. പിന്നെ അറിയാലോ, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുള്ള ത്രില്ലർ പടങ്ങളാണ്. ഒരു ത്രില്ലർ പടം എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഇതൊക്കെ ഇതിനേക്കാളിലൊക്കെ എന്തെങ്കിലും മുകളിൽ വരുന്ന ഒരു ഇത് വരണം. മലയാളീസ് കാണാത്ത സിനിമയില്ല. അപ്പം ഈ സമയത്ത് ഞങ്ങൾ അതായത് ലാസ്റ്റ് ഇയർ ആണ് ഇതിന്റെ കഥയൊക്കെ കേട്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പം നമ്മൾ ഇത്രയും കാലം ത്രില്ലർ സിനിമകളൊക്കെ കാണുന്നുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേയും സ്ട്രക്ചറിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതായിരുന്നു എന്നെ പേഴ്സണലി ആകർഷിച്ചത്. അപ്പം അത് പ്രേക്ഷകർക്കും വർക്കാവുമെന്ന് വിശ്വസിക്കുന്നു. യെസ് അർജുൻ ഡിറ്റോ. അങ്ങനെ പറയില്ലേ? വാട്ട് വാസ് യുവർ ഹൈ ഈ അനോമി എന്നുള്ളതിന്? എനിക്ക് എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. അത് റിയാസ് നറേറ്റ് ചെയ്ത രീതിയും അതിൻ്റെ ഒരു ആർക്ക്. ക്യാരക്ടറിന്റെ പേര് ഫിലിപ്പ്. ആൽബി. മൊത്തത്തിൽ സ്ക്രീൻ പ്ലേയും പരിപാടിയും എനിക്ക് മൊത്തത്തിൽ വർക്കായി. അപ്പോൾ താൻ പറഞ്ഞ പോലെ തന്നെ ഈ ത്രില്ലേഴ്സിന് എപ്പോഴും ഒരു മാർക്കറ്റ് ഉണ്ട്, ഒരു ഡിമാൻഡ് ഉണ്ട്. അതെ. അത് ഇതിൽ എനിക്ക് കിട്ടിയ കോൺഫിഡൻസ്, ഇപ്പോൾ ഒരു കാര്യം ചോദിച്ച് ചില സീനുകൾ പറഞ്ഞത് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്ത് അത് ഇപ്പം എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. ആ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഐ വാസ് വെരി എന്താ പറയുക എക്സൈറ്റഡ്. അത് ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ അപ്പോഴും ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് വരുമല്ലോ. ബട്ട് ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് സുജിത്തേട്ടൻ അത് ഷൂട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഓക്കെ ഇവർ പറഞ്ഞ പോലെ തന്നെയാണ് പിടിക്കുന്നതെന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് തോന്നുന്നു. ഓക്കെ, ബേസിക്കലി ദാറ്റ്സ് ഇറ്റ്. പരിപാടി വർക്കാണ്. ഷെബിന്റെ ക്യാരക്ടർ? എൻ്റെ ക്യാരക്ടറിന്റെ പേര് സിയാൻ എന്നാണ്. സിയാൻ ഫിലിപ്പ്. ഇതില് ഭാവന ചേച്ചി പ്ലേ ചെയ്യുന്ന ക്യാരക്ടറുണ്ട് സാറിന്റെ അനിയനായിട്ടാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ടീച്ചറൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് പറയാം. എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം കുറച്ച് പെയിനൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. കുറെ വിഷമത്തിലൊക്കെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതിന് കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ട് അതിന്റെ റീസൺസ് ഉണ്ട്. അത് തിയേറ്ററിൽ വന്ന് തന്നെ അറിയാം. ഓക്കെ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റെ.
അപ്പം ആ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ കാര്യങ്ങളും ഒക്കെ കൂടിയാണ് ഇതിൽ സസ്പെൻസ് ആയിട്ടൊക്കെ വെച്ചിരിക്കുന്നത്. നൈസ്. ഇപ്പൊ ഭാവനയുടെ ഇന്റർവ്യൂല് ഭാവന പറഞ്ഞായിരുന്നു ഒരു സൈഫൈ എലമെന്റ് ഒക്കെ ഉണ്ട്. അത് ഒരു പ്ലേസ്മെന്റ് വന്നിരിക്കുന്ന ഏരിയ ആണ് അതിനെ നമ്മളെ കൂടുതൽ എക്സൈറ്റിംഗ് ആക്കി കൊണ്ടുവരുന്നത് എന്നുള്ളത്. ഈ ഒരു കോൺഫിഡൻസ്, ഞാൻ ഈ പറഞ്ഞ പോലെ അനോമിയിലുള്ള കോൺഫിഡൻസ് സ്റ്റോറി ഉൾപ്പെടെ വേറെ എന്തൊക്കെയായിരുന്നു ഈ പറഞ്ഞ എലമെന്റുകൾ ഈ പ്ലേസ്മെന്റ്? എലമെന്റ് പിന്നെ തീർച്ചയായിട്ടും ത്രില്ലർ സിനിമയിൽ സൈഫൈ അതാ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇത് സ്ട്രക്ചറിങ്ങും സ്ക്രീൻ പ്ലേയിലും ഇങ്ങനത്തെ എലമെന്റ്സ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇത് വ്യത്യസ്തമായിട്ട് തോന്നി. അത് തന്നെയായിരുന്നു ഇതിലോട്ട് ആകർഷണം തോന്നിയത്. ഓ നൈസ്. ഈ നമ്മുടെ ത്രില്ലറും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ എന്തായാലും ഒരു സിനിമയിലെ ട്വിസ്റ്റ് ആണ് നമുക്ക് തരുന്ന ഒരു ഹൈ. ഓക്കെ, ഇപ്പത്തെ ശരിയാ, ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന സിനിമകളിലൊക്കെ എക്സാക്ട്ലി ഒരു ട്വിസ്റ്റ് നമുക്ക് കൊണ്ടുവരുന്ന ഒരു ഹൈ ഉണ്ട്. അതിപ്പോ ഏത് ക്യാരക്ടർ ആയാലും, മെയിൽ ലീഡ്, ഫീമെയിൽ ലീഡ്, ഇതൊന്നും നമുക്ക് ബോധർ ചെയ്യുന്ന കാര്യമല്ല. ഒരു ബ്യൂട്ടിഫുൾ സിനിമ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ മലയാളീസിന്റെ ഒരു ട്രെൻഡ്. സോ നിങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് കിളി പറത്തിയ പ്ലോട്ട് ട്വിസ്റ്റുകൾ ഒരു 3 എണ്ണം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സിനിമകളുടെ ഏത് ട്വിസ്റ്റ് പറയും? സ്റ്റാർട്ട് വിത്ത് സെവൻ. സെവനിലെ ക്ലൈമാക്സ് എനിക്കൊരു ഇതായിരുന്നു. സെവൻ. പിന്നെ നമ്മൾ മലയാള സിനിമയാണെങ്കിൽ ഇപ്പൊ എനിക്ക് റീസെന്റ് ഇറങ്ങിയ എക്കോ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ തന്നെ അഭിനയിച്ചിട്ടുള്ള കിഷ്കിന്ധ കണ്ടു എനിക്ക് പേഴ്സണലി ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കേട്ടോ. ഇതൊക്കെ എനിക്ക് കുറച്ചൊരു ഹൈ തന്നിട്ടുണ്ട്. ഞാൻ അഭിനയിച്ച പോലും എനിക്ക് അറിയില്ലായിരുന്നു. ബേസിക് ഇത് അറിയായിരുന്നു, പക്ഷെ തിയേറ്ററിൽ കണ്ടപ്പോ അടിപൊളിയായിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കിഷ്കിന്ധ കണ്ടും റീസെന്റ് കണ്ട എക്കോ വാസ് റിയലി ഗുഡ്. ബ്രില്യന്റ് റൈറ്റിംഗ് എല്ലാവരും. ബാഹുലിന്റെ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അർജുന്റെ കിളി പറത്തിയ ഒരു 3 പ്ലോട്ട് ടെസ്റ്റുകൾ പറയാൻ എന്താ പറയാം? വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ്. എനിക്ക് അതിന്റെ പ്രൊനൗൺസിയേഷൻ ആണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇറ്റ്സ് സ്പെൽഡ് ഇൻസെന്റീസ്, ഐ തിങ്ക് ഓൺസെന്റീസോ അങ്ങനെ എന്തോ ആണ്. ഇംഗ്ലീഷ് മൂവിയാണ്. ഡെന്നിസ് വെല്ലിന്യൂയുടെ പടം, യൂഡിന്റെ ഒക്കെ ഡയറക്ടർ. ഓക്കെ, അന്യായ ഇതാണ്. കുറെ നാളത്തേക്ക് നമ്മുടെ ഹോണ്ട് ചെയ്യും അതിന്റെ ക്ലൈമാക്സ്. ഇത് എന്ത് ടൈപ്പ് ത്രില്ലറാണ്. പിന്നെ ഇതേപോലത്തെ ഒരു മിസ്റ്ററി ത്രില്ലർ ആണ്, പക്ഷെ അതിന് വേറൊരു സ്ലോ ബേൺ, വേറൊരു സ്വഭാവമുണ്ട്. ഓക്കെ, അതിന്റെ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ പരിപാടിയാണ്. പിന്നെ ദൃശ്യമുണ്ട്. ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയാം. അല്ല, കഴിഞ്ഞ ഒരു ഡെക്കേഡിൽ അതേപോലെ റീവിസിറ്റ് ചെയ്യുന്ന വേറൊരു ഇന്ത്യൻ മൂവി ദൃശ്യം 1ഉം 2ഉം അത്രയും സർപ്രൈസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്പർ 3 എനിക്ക് കുറെ പടങ്ങളുണ്ട് നമ്മുടെ ഓഡിയൻസ് കാണണമെന്ന് പറഞ്ഞ് ഇനി അർജുനെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സംഭവം ഒന്ന് കണ്ടു നോക്ക് എന്ന് പറയുകയാണെങ്കിൽ വിച്ച് വൺ ഇറ്റ് വുഡ് ബി? ആലോചിച്ചോ. എനിക്ക് റീസെന്റ് പക്ഷെ ഇങ്ങനത്തെ ട്വിസ്റ്റുകളൊന്നുമില്ല. അടിപൊളിയല്ലേ? പിന്നെ ഫൈറ്റ് ക്ലബ് ഫിഞ്ചറിന്റെ അന്നത്തെ അടിപൊളിയല്ലായിരുന്നു? അന്നും ഇന്നും കാണുമ്പോൾ നല്ലൊരു ഫ്രഷ്നസ് ഉള്ള സിനിമ. പിന്നെ എനിക്ക് ഈ ഹൂഡ് മിസ്റ്ററി പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. നൈസ് ഔട്ട് ഒക്കെ പോലത്തെ സിനിമകൾ. അതിന്റെ ഫസ്റ്റ് പാർട്ട് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, പഴയ പടങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്, കരിയിലെ കാറ്റ് പോലെ, അതൊക്കെ പൊടി പരിപാടികളാണ്. ഇഷ്ടപ്പെട്ടൊരു ജോണറാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ഒക്കെ രണ്ടുപേർക്കും. എനിക്ക് എല്ലാ ജോണേഴ്സും ഇഷ്ടമാണ്. ഇപ്പോ നിങ്ങളൊരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ എന്റെ ഒരു ഭാഗമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു സൈഫൈ മൂവിയും കൂടെയാണ്. കൈൻഡ് ഓഫ് എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഈ ഒരു ജോണറിന്റെ പാർട്ട് ആവണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ജോണർ ഉണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ടാവും. ഉണ്ടെങ്കിൽ വാട്ട് ഇസ് ദാറ്റ്? ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞ ബാഹുബലി. എനിക്ക് കുറച്ചുകൂടി ഡാർക്ക് കോമഡി അങ്ങനത്തെ ജോണർ ഇവിടെ വരുന്നുണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ ഞാൻ ഇവിടെ എനിക്ക് അങ്ങനത്തെ സിനിമകൾ ചെയ്യണം ഭയങ്കര ആഗ്രഹം. ഡാർക്ക് ഹ്യൂമറും കാര്യങ്ങളൊക്കെ. നൈസ്. അതാണ് എന്റെ മനസ്സിൽ എനിക്ക് അങ്ങനത്തെ. പിന്നെ എനിക്ക് നല്ല ആക്ഷൻ മൂവീസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഫസ്റ്റ് പ്രിഫറൻസ് ഡാർക്ക് ഹ്യൂമർ. അർജുൻ, എനിക്ക് നല്ല റോം കോം ഒക്കെ ചെയ്യണം. നല്ല പാട്ടും. We really expect this from you. എനിക്ക് കിട്ടി, ആ വൈബ് കിട്ടി. ഞങ്ങൾക്ക് തന്മാത്ര കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഐറ്റം അർജുൻ ചെയ്ത കിട്ടിക്കും. റോം കോംസ് എപ്പോഴും നമുക്ക് കാണാൻ ഇഷ്ടമാണ്. നല്ല റോം കോംസ് വല്ലപ്പോഴും വരാറുള്ളൂ. ക്ലിക്ക് ആവാനും ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒരു റൈറ്റ് ഇതിൽ വന്ന് I would love to be part of it. Yes. Coming back to Anomi again,
നേരത്തെ പറഞ്ഞ പോലെ ഈ ടെക്നിക്കൽ സൈഡ് അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു മൂവിയാണ് അനോമി. ഇപ്പോൾ ഹർഷവർദ്ധൻ ഉണ്ട്, അതേപോലെ തന്നെ സുജിത്ത് ഉണ്ട്, കംപ്ലീറ്റ് ഡയറക്ഷൻ ടീം, ആക്ടേഴ്സ് ആയിട്ട് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് നിർത്തുന്ന ഒരു കോണ്ടന്റും ഒരു സിനിമയാണ്. ആൻഡ് ഇതിൽ ഏറ്റവും വലിയ ഒരു ഫാക്ടർ ഉള്ളത് ഭാവനയുടെ 90th മൂവിയാണ്. ഭാവന ഇതിലൊരു കോർ ഫാക്ടറാണ്. നിങ്ങളും ഭാവനയും കണക്ട് ചെയ്യുന്ന ഒരു കോർ ഫാക്ടർ അനോമി അല്ലാതെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നൊരു മെമ്മറി, ഫ്ലാഷ് ചെയ്യുന്നൊരു മെമ്മറി ചോദിച്ചു കഴിഞ്ഞാൽ? ഞാൻ ഭാവനയെ 20 years മുമ്പ് തന്മാത്രയുടെ സമയത്ത് വൺ ഓഫ് ദ ഫസ്റ്റ് കോൾസ് ഐ ഗോട്ട് ആഫ്റ്റർ വിന്നിംഗ് എ സ്റ്റേറ്റ് അവാർഡ് വാസ് ഭാവന. അന്ന് ഞാൻ ദുബായിലായിരുന്നു. ആ സമയത്ത് ഷീ ഫൗണ്ട് മൈ നമ്പർ, ഷീ കോൾഡ്. ഭയങ്കര സർപ്രൈസിങ്, ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. സോ വി വർ ഇൻ ടച്ച് ആ സമയത്ത്. ഓക്കെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് കൊടുത്തൊരു ഇന്റർവ്യൂ ഭാവന ഒപ്പം ഇരുന്നൊരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തൊരു ഓർമ്മയുണ്ട് ആ സമയത്ത്. അപ്പൊ അന്ന് പരിചയം ഉണ്ടായിരുന്നു. പിന്നെ വി ലോസ്റ്റ് ടച്ച്. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. സോ it was nice to meet her again. Oh, that is a cute memory. പിന്നെ ഇതില് 20 years back. 20 years back. Hey, 20 വർഷം. But you don't look like that. 20 വർഷം. ആ താടി പഠിച്ച് കഴിഞ്ഞ വീണ്ടും തന്മാത്രയിലെ പയ്യനാണ്. ഇപ്പോഴും പയ്യനാണ്. I mean, താടി കൊണ്ടുവരുന്ന പറയാം. That is nice. എനിക്ക് ചേച്ചീനെ, ഞാൻ ഇതിനു മുന്നേ ചേച്ചിൻ്റെ കൂടെ ഒരു സിനിമ കേട്ടിട്ടുണ്ട്, എൻ്റെ പ്രേമം. അതിനു മുന്നേ എനിക്ക് ചേച്ചീനെ അറിയാം, യാദൃശ്യമായി പരിചയപ്പെട്ടാണ്. ഞങ്ങളുടെ കോൺവെർസേഷൻ ഒക്കെ പട്ടിക്കുട്ടികളെ കുറിച്ചൊക്കെ ആയിരുന്നു. ചോക്കോ ആനി എന്ന് പറഞ്ഞ പട്ടിക്കുട്ടിയുണ്ട്, അതിനെ കുറിച്ചൊക്കെ ആയിരുന്നു ഭയങ്കര ചർച്ച. പിന്നീട് ഭയങ്കര പട്ടിക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി. അങ്ങനെയാണ് ഞങ്ങൾ അതിനെ കുറിച്ചൊക്കെ ഭയങ്കര സംസാരം ഉണ്ടായിരുന്നു. പിന്നെ ആണ് എൻ്റെ ഇക്കാക്കയ്ക്ക് പ്രേമുണ്ടായിരുന്ന സിനിമ വരുന്നത്. പിന്നെ എനിക്ക് ഓൾറെഡി ചേച്ചീൻ്റെ അടുത്തൊരു ചേച്ചി അനിയൻ ബന്ധമുണ്ട്. ഇടയിൽ എപ്പോഴും സംസാരിക്കുമ്പോഴാണെങ്കിൽ ആ ഒരു ടു ബി വെരി ആ ഒരു വൈബ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഇതിലിങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയപ്പോഴും അത് ഭയങ്കര സന്തോഷമായിരുന്നു. ചേച്ചീൻ്റെ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റി, ഇങ്ങനത്തെ ഒരു സിനിമേന്റെ ഭാഗമാകാൻ പറ്റി എന്നുള്ളത് വലിയ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നുന്നു. ഈ സ്പെഷ്യലി ഇതേപോലെയുള്ള ക്രൈം ത്രില്ലേഴ്സ് വരുമ്പോഴായാലും ത്രില്ലർ മൂവീസ് വരുമ്പോഴായാലും എല്ലാവരും പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. കൂടുതൽ സിനിമയുടെ ട്രെയിലർ കാണുമ്പോഴായാലും ചിലപ്പോൾ പോസ്റ്റർ വരുമ്പോഴായാലും ആൾക്കാർ വൈഡായിട്ട് ജഡ്ജ്മെന്റിലാണ്. ദിസ് യൂഷ്വലി ഹാപ്പൻസ്, അല്ലെങ്കിൽ വി നോ ദിസ് എന്നുള്ളത്. അതിൽ നിന്ന് അനോമിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഞാൻ പറയില്ല, തിയേറ്റർ ഐ മീൻ കഥയല്ല, സ്റ്റിൽ വാട്ട് ഡു യു ഫീൽ? നമ്മളിപ്പോ ഈ ട്രെയിലറും ടീസറും പോസ്റ്ററും ഒക്കെ കണ്ടിരിക്കുന്ന മൊമെന്റിൽ എങ്ങനെ പറയണ്ടേന്നല്ല. ഇപ്പം പറഞ്ഞല്ലോ, ഇതിന്റെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ സ്ട്രക്ചർ ഒക്കെ നോക്കിയപ്പോ ആ ക്ലീഷയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന പോലെ പേഴ്സണലി എനിക്ക് തോന്നി, ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. അതായിരിക്കാം എനിക്ക് തോന്നുന്നു വർക്കാവാൻ പോകുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ വേറെ ഭയങ്കര എന്താ പറയാ, വേറെ ഭയങ്കര ഓവർ ഇതൊന്നും ഇല്ല, നേരെ മാറ്റർ എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടു ദ പോയിന്റ് നമുക്ക് പ്രേക്ഷകരുടെ അടുത്ത് അങ്ങനെ വെറുതെ ചുമ്മാ പൊട്ടം കളിക്കാനൊന്നും പറ്റത്തില്ല. ഇത്രയും പടങ്ങൾ കാണുന്നതല്ലേ, കറക്റ്റ് പരിപാടി കൊടുത്താലേ പ്രേക്ഷകരും അത് ഓക്കെ അടിക്കുള്ളൂ. പ്രേക്ഷകർക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിനെന്ത് ഫ്ലോസ് ഉണ്ടെന്ന് തന്നെയാണ്. ഇത്ര അപ്ഡേഷൻസ് വരികയല്ലേ, അപ്പം അങ്ങനത്തെ ഒരു അപ്ഡേഷൻ ഇതിലുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ക്ലിയർ ആൻഡ് സിമ്പിൾ. ഇന്റർവ്യൂവിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരും കുറേ ആൾക്കാരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ 2 ഫാക്ടേഴ്സ്, ലാലേട്ടനും മമ്മൂക്കയും നമുക്കിവിടെ അറിയാം. അതിന് മുന്നേ ഇടുക്കി ഗോൾഡിൽ നമ്മൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. അർജുനെ കിട്ടുമ്പോൾ നമ്മൾ ചോദിക്കുന്നതും ആര് കിട്ടുമ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് തന്മാത്ര എന്നുള്ള ആ ഒരു കോറും ലാലേട്ടനും മീരയും എല്ലാം. അത് മലയാളികൾക്കൊരു പാഠപുസ്തകമാണ്. How was that after 20 years ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ how do you feel that 20 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു പോയിന്റ് എങ്ങനെയായിരുന്നു? അന്ന് ഞാനിത് ഇങ്ങനെയൊക്കെയാണ് ഈ 20 years later ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ ഇരുന്ന് ആ സിനിമയുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. ഇൻഫാക്ട് ഞാൻ ഞങ്ങൾ കുറച്ച് നേരത്തെ മുമ്പ് സംസാരിക്കായിരുന്നു. ഐ വാസ് ഓൺലി 18 or 19 then. അപ്പൊ അന്ന് കുറച്ചുകൂടി വിവരം ഉണ്ടായിരുന്നെങ്കിൽ ലാലേട്ടനോട് കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടെന്ന് ഞാൻ പറയായിരുന്നു. അതിന്റെ ഒരു ആഫ്റ്റർ നമുക്ക് വരുമരായികളെ കുറിച്ച് യാതൊരു ബോധറേഷനും ഇല്ലല്ലോ. ആ പ്രായത്തിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് ലക്ക് ബൈ ചാൻസിൽ സിനിമ വന്ന ആളാണ് ഞാൻ. അത് ഏതൊരു ആക്ടറിനും കൊതി വരുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറും മൊമെന്റുകളും ഒരുപാടുണ്ടായിരുന്നു. ആൻഡ് ആ സിനിമയുടെ ഒരു
ഇത്ര കാലം കഴിഞ്ഞും അത് റെലവെൻ്റ് ആയിട്ടിരിക്കുക, ഞാൻ ആ സിനിമ വഴി തന്നെ ഇപ്പോഴും ഓർക്കപ്പെടുക എന്ന് പറയുന്നത് ഇറ്റ്സ് അമ്യൂസിങ് എനിക്ക് ആലോചിക്കുമ്പോൾ. ഞാൻ ഒരുപാട് ലാലേട്ടൻ ഫാൻ അല്ലെങ്കിൽ മമ്മൂക്ക ഫാനായിട്ട് സംസാരിച്ചപ്പോഴും അല്ലെങ്കിൽ കോമൺ ഒരു സിനിമ എൻ്റർടൈനർ അത്രയും വാല്യൂ ചെയ്യുന്ന ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ മെജോറിറ്റി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഒരു സിനിമ നമ്മൾ കാണാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു മോശം സിനിമയായിരിക്കണം അല്ലെങ്കിൽ അത് തന്മാത്രയായിരിക്കണം എന്നുള്ളത്. ഒരു സിനിമയുടെ ഭാഗമായിരുന്നു. ഇപ്പം ഈ എളുപ്പമല്ലല്ലോ അത് റീവാച്ചിന് പോസിബിൾ ആയിട്ടുള്ള ഒരു സിനിമയല്ല. എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്ക് എൻട്രി? ഓഡീഷൻസ് ഉണ്ടായിരുന്നു അന്ന് പണ്ട്? ആ ഓഡീഷൻസ് ഞാൻ ഓഡീഷനിലൂടെ വന്നതാ. ആ ബട്ട് എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അന്ന് ഞാൻ ദുബായിൽ സ്കൂളിംഗ് ചെയ്ത് കഴിഞ്ഞ് നിൽക്കുന്ന സമയം, 12th ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ കാലത്ത് അവിടെ ഓഡിഷൻ നടക്കുകയും ബൈ ചാൻസിൽ എനിക്ക് അതിൽ ഭാഗമാകാൻ പറ്റിയതാണ്. അന്ന് ഓഡീഷനിൽ എന്താ ചെയ്യിപ്പിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഇതിലെ ഏതോ ചെറിയ സീൻ അതേപോലെ ചെയ്തു. ഇത്ര വലിയ റോളാണെന്നോ പരിപാടിയാണെന്നോ ഒന്നും അറിയാത്തതുകൊണ്ടായിരിക്കും. നമുക്കൊരു സ്റ്റേജ് കിട്ടിയെങ്കിൽ സ്റ്റേജ് ഭയങ്കര ഇഷ്ടമാണ്, ആൾക്കാരുള്ളപ്പോൾ പെർഫോം ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസിൽ പോയതാണ്. മേ ബി ദാറ്റ് കോൺഫിഡൻസ് ബ്ലിസറിന് അതായിരിക്കും ഹൈ കിട്ടിയത്. പറഞ്ഞ പോലെ ചെയ്യാൻ ഇവന് പറ്റും എന്നൊക്കെ തോന്നിയോണ്ടായിരിക്കും, അല്ലാതെ വേറെ സാധ്യതയില്ല. ലാലേട്ടനാണ് ലീഡ് എന്നുള്ളത് ആ സമയത്ത് അറിയാം. മകന്റെ ക്യാരക്ടറാണെന്ന് അറിയാം, പക്ഷെ നമ്മള് ഇത്രയും ത്രൂ ഔട്ട് ലാൽ സാറിന് അതിലൊരു 59-60 സീൻസിന് എനിക്കൊരു 53 സീനുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറാണെന്ന് യാതൊരു ധാരണയില്ല. നമ്മളിപ്പോ 1-2 സീനൊക്കെ ആയിരിക്കും തല കാണിച്ചിട്ട് പോരാമെന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ അപ്പൊ കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡിൽ അവിടെ ചെന്ന് പെർഫോം ചെയ്തുകൊണ്ടായിരിക്കും. അന്ന് നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ ഹെവിനെസ് നമുക്ക് അറിയില്ല, മേ ബി ആ ഒരു പ്രായത്തിന്റെ ആയിരിക്കാം. പക്ഷെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പൊ കാണുന്ന സമയത്ത് മേ ബി ഓൺ ടെലിവിഷൻ അല്ലെങ്കിൽ whenever you see it ആ ഒരു ക്യാരക്ടറിന്റെ ഹെവിനെസ് ഫീൽ ചെയ്യാറുണ്ടോ? അവിടെ ആ സിനിമ എങ്ങനെയാണ് അർജുൻ എന്നൊരാളെ, ആ സിനിമയിൽ അഭിനയിച്ച ഒരാളെ ആ ജേണി കൊണ്ടുപോകുന്നത്? റൈറ്റ് നൗ ഐ റീവാച്ച് ഇറ്റ് ഓൺലി ടു ഗിവ് മീ കോൺഫിഡൻസ്, അത്രേ ഉള്ളൂ. ഇടയ്ക്ക് നമ്മൾ ഡൗൺ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവുന്ന സമയത്ത് ഇടയ്ക്ക് ഒരിക്കലും ഒരു കോൺവെർസേഷൻ ഉണ്ടായി, ബ്ലെസി സാറ് ഞാൻ വിളിക്കാനുണ്ടായി. അന്ന് അദ്ദേഹം ആടുജീവിതം ഷൂട്ട് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തി. അദ്ദേഹം ഫിസിക്കലി ഹി വാസ് ഭയങ്കര ഡ്രെയിൻഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഒന്ന് റിക്കവറായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹമായിട്ടൊരു ഫോൺ കോൺവെർസേഷൻ ഉണ്ടായി. ഞാൻ പറയായിരുന്നു അത് ഇങ്ങനെ പല കാര്യങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് തന്മാത്രം ഒന്ന് എടുത്ത് റീവിസിറ്റ് ചെയ്യാൻ പറയും. ഇഫ് യു ഡു ദാറ്റ് ആൻഡ് യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ്. അപ്പോൾ ഇടയ്ക്ക് അതിനെ റീവിസിറ്റ് ചെയ്യുന്നത്, ആ സിനിമ അങ്ങനെ ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല. കാരണം ആ സിനിമ അതൊരു സിനിമ പോലെ അങ്ങനെ ഉൾക്കൊള്ളാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. അറ്റ് ടൈംസ് നമ്മൾ ആ ഇമോഷനിലേക്ക് കയറുന്നല്ലാതെ പെട്ടെന്ന് ആ ഓർമ്മകളിലേക്കും, കാരണം ലാൽ സാറിന്റെ കൂടെ അഭിനയിച്ചു എന്നുള്ളൊരു ഓർമ്മകളിലേക്കൊക്കെ പോകും, അന്നത്തെ രസങ്ങളിലേക്ക് പോകും. അതാണ് നന്മ. സംടൈം റീവിസിറ്റ് ടു ഇൻസ്റ്റിൽ സം കോൺഫിഡൻസ്. And you get it very instantly. Of course, yes. ഞാൻ പറഞ്ഞില്ലേ 20 years later അന്ന് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. റെലവെന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ്. I was blessed. Yeah. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അധികം സിനിമകൾ ചെയ്തില്ല എന്ന് പറഞ്ഞു. Were you so choosy or? No, ആ സമയത്ത് ഒരുപാട് ഓഫേഴ്സ് വന്നു. അത് എൻ്റെ പേഴ്സണൽ കാരണങ്ങൾ കൊണ്ട് പഠിത്തവും അതൊന്നൊക്കെ നമ്മൾ അത് ചെയ്തില്ല. പിന്നെ വരുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസിയും ഇതൊക്കെ കുറയും. പിന്നെ സം മൂവീസ് ഐ ഡിസൈഡഡ് നോട്ട് ടു ഡു ഇറ്റ്. ചെയ്തുകൊണ്ട് വലിയ കാര്യമില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇതേപോലത്തെ നല്ല പരിപാടികൾ വരുമ്പോൾ ചെയ്യാം. ഇവിടെ ഷെബിനിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉറപ്പായിട്ടും ഭീഷ്മപർവം ഒരു കോർ ഫാക്ടറാണ്. അതിനു മുമ്പ് തന്നെ ഇടുക്കി ഗോൾഡും. ഈ ഒരു ക്ലാസ് തന്ന ഒരു ഇപ്പൊ മമ്മൂക്കയുടെ കൂടെയുള്ള കുറെ കോമ്പിനേഷൻസും അത് കൊണ്ടുവന്ന ഒരു ചേഞ്ച് എന്തായിരുന്നു? ഷെബിൻ ആസ് എ പേഴ്സൺ ആൻഡ് ഷെബിൻ ആസ് എൻ ആക്ടർ. എനിക്ക് ആദ്യത്തെ സിനിമ ഇടുക്കി ഗോൾഡായിരുന്നു. അതിന് ഓഡീഷൻ വഴിയായിരുന്നു അവസരം കിട്ടിയത്. അന്ന് ഇപ്പം അർജുൻ തന്മാത്രയുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ എന്താ പറയുക, അത്ര സീരിയസ് ഒന്നും അല്ലായിരുന്നു. ലൈക്ക് പ്രൊഫഷണൽ വൈസ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എനിക്ക് ബിഹൈൻഡ് ദി സീൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, സിനിമാറ്റോഗ്രാഫി. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര താല്പര്യമുണ്ട്. ഭയങ്കര യാദൃശ്യമായിട്ടാണ് ഞാൻ ഓഡീഷനിൽ വരികയും ഞാൻ ഇതേപോലെ അതിനകത്തുള്ള 2-3 സീൻസ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അന്ന് പോത്തണ്ണൻ, മധുച്ചേട്ടൻ ഇവരൊക്കെ ഉണ്ട്, ജിംഷിക്ക. അങ്ങനെ അതിനകത്ത് അവസരം കിട്ടി. പിന്നെ ഞാൻ യൂബിന്റെ അമലേട്ടന്റെ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റി, ചെറുപ്പകാലം യൂബിന്റെ പുസ്തകത്തിൽ. അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തു. പിന്നെ ഇതിനിടയ്ക്ക് ചില വർഷങ്ങൾ പടങ്ങൾ ഇല്ലാണ്ടിരുന്നിട്ടുണ്ട്. പിന്നീടാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു സീരിയസ്നെസ്സും ഇത് പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യാം എന്നുള്ളൊരു ഉള്ളിൽ ഭയങ്കര തോന്നലൊക്കെ വരികയും പിന്നെ നന്നായിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങി. പിന്നെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു സത്യം പറഞ്ഞാൽ.
അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്നൊന്നും നടക്കത്തില്ല എന്നൊക്കെ മനസ്സിലായി. ഇതിൻ്റെ ഇടയിൽ തന്നെ പഠിത്തം ഉണ്ടായിരുന്നു. അപ്പോൾ കോളേജിൽ പോകുന്ന സമയത്ത് വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ചാൻസ് ചോദിച്ച് നടക്കുകയും തപ്പി ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. പക്ഷേ ഈ സ്ട്രഗ്ലിംഗ് പീരീഡിൽ കണ്ടിട്ടുള്ള കുറേ എന്നെ പോലെ ആഗ്രഹിച്ച് നടന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇന്നിപ്പോൾ നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവരൊക്കെ നമുക്ക് ഇൻഡസ്ട്രിയിൽ കുറേ പേരെയൊക്കെ അറിയാം അന്നൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് കൂടെ എന്നുള്ള കുറേ സുഹൃത്തുക്കളുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇടുക്കി ഗോൾഡ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു ബ്രേക്ക് കിട്ടുന്നത് വൈറസ് എന്ന് പറയുന്ന സിനിമ അതിന്റെ ഭാഗമാകാൻ പറ്റും. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി ആൾക്കാർ എന്നെ അറിഞ്ഞത് ഇപ്പൊ പറഞ്ഞ ഭീഷ്മറാണ്. 9 വർഷം എടുത്തു എന്റെ അറിവിൽ എന്നെ ഒന്ന് തിരിച്ചറിയാൻ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്ത് ഭീഷ്മർ ഇപ്പൊ നിങ്ങൾ തന്നെ ഇതിന്റെ ഇടയിൽ തന്നെ ഐ തിങ്ക് ഐ ഹവ് ഡൺ ഒരു 10-15 സിനിമ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ആൾക്കാര് കണ്ട സിനിമ ഭീഷ്മർ എന്ന് അതായിരുന്നു എനിക്കൊരു ചെറിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നേ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഭീഷ്മറും ആ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. 9 വർഷം എടുത്തു ഒരു ബ്രേക്ക് കിട്ടാൻ എന്ന് തോന്നി. അതിനുശേഷം എനിക്ക് വീണ്ടും ആൾക്കാർ കുറച്ചുകൂടി റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി, കുറച്ചുകൂടി പടങ്ങൾ വരാൻ തുടങ്ങി. നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുക എന്നുള്ള പ്രോസസ്. ഇക്കന്റെ കൂടെ ഞാൻ വർഷം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അടിച്ച് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ വന്ന് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, എനിക്കിപ്പോഴും അത് എന്താ പറയാ ഇങ്ങനെ പറയണ്ടേന്ന് അറിയില്ല. പക്ഷെ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവരൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യും. അവരെങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര എന്താ പറയാ സിനിമയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. അത്ര പാഷനറ്റ് ആയിട്ട് നിൽക്കുമ്പം എല്ലാം താനേ സംഭവിക്കും, എല്ലാം വന്നോളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഇത്രയും കാലത്തെ ജേണിയിൽ എനിക്ക് അങ്ങനെയാണ്. ഇപ്പൊ ഈ സിനിമയാണെങ്കിലും ഒക്കെ അന്ന് കഷ്ടപ്പെട്ടതിന്റെ ഒക്കെ ആയിരിക്കാം ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഈ പാഷന്റെ ഫാക്ടർ പറഞ്ഞല്ലോ. സോ ഹൗ പാഷനറ്റ് ആർ യു അബൌട്ട് സിനിമ? എനിക്കറിയില്ല അതെങ്ങനെ പറയണ്ടേന്ന്. ഈ എന്താ പറയാ കൊറോണ കാലം. കൊറോണ കാലത്ത് അതേ സെയിം പീരീഡിൽ എൻ്റെ ഗ്രാൻഡ് മദർ പ്രായമായിരുന്നു, മരിച്ചുപോയായിരുന്നു. അപ്പൊ അടക്കത്തിന് എൻ്റെ പപ്പൻ്റെ ബ്രദറിനോ ഒന്നും വരാൻ പറ്റിയില്ല. ഞാനും അമ്മയും കൂടിയാണ്. കൊറോണ ടൈമിൽ നമുക്ക് അധികം ആൾക്കാർ പറ്റത്തില്ല. അപ്പൊ എൻ്റെ നാട് നിലമ്പൂരാണ്. അപ്പം ഒന്നാമത് പടമൊന്നും ഇല്ലാതിരിക്കുന്ന സമയം, കൊറോണ സമയമാണ്, പടമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുക പെട്ടിയെടുത്ത് നാട്ടിൽ പോണോ, പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നാട്ടിൽ പോയാലോ. പിന്നെ ഞാൻ ചോദിച്ചു ഓക്കെ വേണ്ട. എൻ്റെ അമ്മേനെ ഞാൻ കൂട്ടി ഇങ്ങോട്ട് വന്നു. നാട്ടില് വീട് റെന്റിന് കൊടുത്തു. ഇതിനു വേണ്ടി അങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പം ബാക്കി കാര്യങ്ങൾ സംഭവിച്ചു. നമ്മൾ അങ്ങനെ നിന്നാലേ നടക്കുള്ളൂ കാര്യങ്ങൾ. അപ്പം സിനിമ എനിക്ക് അങ്ങനെയാണ് എപ്പോഴും. എനിക്കൊന്നും അല്ല കേട്ടോ, എല്ലാവർക്കും അങ്ങനെയാണ് സിനിമയിൽ. ഇപ്പം ഞാൻ മാത്രമല്ല, ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും എൻ്റെ ഒന്നുമല്ല. പഴയ നടന്മാരൊക്കെ എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ. ഇപ്പൊ നിൽക്കുന്ന പൊസിഷനൊക്കെ അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ്. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയും ചെയ്യുന്നുണ്ട്, ഭയങ്കര സന്തോഷവും തരുന്നുണ്ട്. അതെ, എനിക്കങ്ങനെ പാഷൻ ഇസ് ദേർ, ഫയർ അതെന്നൊക്കെ പറഞ്ഞാലും സിനിമയുടെ രുചി അറിഞ്ഞ പിന്നെ അത് വിടാൻ ബുദ്ധിമുട്ട്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അതിനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട, ഓഫ് കോഴ്സ് ഗ്ലോറിഫൈ, നമുക്ക് അതിനെ റൊമാൻറ്റിസൈസ് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റിയ പാഷൻ, ദാറ്റ് ഐ ലവ് ദാറ്റ്. ബട്ട് വൺസ് യു ടേസ്റ്റ് ദാറ്റ് സക്സസ്, the fame, the recognition, the validation, nothing will beat that. Yeah. Basically, once you taste that, rest of your career will be trying to recreate that moment again. I'm in that journey. That's all. Nice. ഒരു ടീസർ റിലീസായി കഴിഞ്ഞതിന് ശേഷം യൂട്യൂബിലെ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ പീക്ക് ഫാക്ടർ പോയത് വാട്ട് എ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് റഹ്മാന്റെ ഫൈറ്റും ആ ഒരു ചേഞ്ചും ഒക്കെ മലയാളീസിന് ഒരുപാട് സന്തോഷം കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ ഒരു അനോമി എന്ന സിനിമയിൽ ഈ ഒരു ഫാക്ടർ എത്രത്തോളം നിങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ട്? ഭയങ്കര രസമല്ലേ ടീച്ചറിൽ അദ്ദേഹത്തെ കാണാൻ? അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അദ്ദേഹമായിട്ടുള്ള കോമ്പിനേഷൻസ് ഇല്ല. എനിക്കും ഇല്ല ശരിക്കും പറഞ്ഞ. പക്ഷെ I've seen the portions. ഭയങ്കര രസമായിട്ട് എപ്പോഴും ഒരേപോലെ തന്നെ ഭയങ്കര. നിങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഉണ്ടോ? ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഉണ്ട്. എനിക്ക് കൂടുതലുള്ളത് ഭാവനയും ഞാനായിട്ടാണ്, ഷെബിനായിട്ടുള്ള കോമ്പിനേഷൻ. യുവർ ഭാവനാസ് ബ്രദർ. ഞാൻ ഹർ ലവ് ഇൻട്രസ്റ്റ്. ഓ അച്ഛാ, സോ അങ്ങനെയാണ് കോമ്പിനേഷൻ പോകുന്നത്.
സോ വെയിറ്റിംഗ് ഫോർ ദ എക്സൈറ്റ്മെന്റ്, ആ എക്സൈറ്റ്മെന്റ് ഫാക്ടർ അത്രയും പീക്കായിട്ട് നിൽക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം Thank you. ആൻഡ് ഇറ്റ് വാസ് ഗ്രേറ്റ് മീറ്റിംഗ് യു ഇൻ പേഴ്സൺ. താങ്ക് യു. Thank you. Thank you.